എല്ലാവരും അതിനുവേണ്ടി തയ്യാറായി നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടുകൂടിയാണ് എല്ലാവരും ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു നടരാജ വിഗ്രഹം സെലക്ട് ചെയ്യാൻ തന്നെ ഏതാണ്ട് 4 ദിവസം എടുത്തു. ഒരു വിഗ്രഹത്തിന് ഇല്ല, ഇതിന് ഭംഗി പോരാ, ഇതിന്റെ വേറെ എന്തോ ഗ്രേസ് ഇല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ അത്ര സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടാണ് ഞങ്ങളുടെ അംഗങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വേണം പോകാൻ. നിങ്ങൾ ഒരു 2 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു ഓർമ്മയായിട്ട് വേണം പോകാൻ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഈ ചടങ്ങിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് അടുത്ത ചടങ്ങ്. അപ്പോൾ വളരെ തിരക്കുണ്ടായിട്ടും ബോംബെയിൽ നിന്നൊക്കെ നമ്മളിത് ആവശ്യപ്പെട്ട പ്രകാരം ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ശ്രീ മോഹൻലാൽ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. കാരണം ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന, പബ്ലിക്കിനെ ഇൻവോൾവ് ചെയ്തിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് ഇന്ന് തന്നെ അദ്ദേഹം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ചെന്നൈയിലേക്ക് പോകും. അപ്പോൾ കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ട് തിരക്ക് മാറ്റി വെച്ച് ഓടി വന്നതാണ് ഉദ്ഘാടന പ്രസംഗത്തിനായി. അതിനുശേഷം തിരുവള്ളത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഞാൻ ശ്രീ മോഹൻലാലിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളട്ടെ. നമസ്തേ, എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിവസം നേരുന്നു. സിദ്ദിഖ് സംസാരിച്ചു, സലീം സംസാരിച്ചു. അമ്മ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. ഞങ്ങൾ അവകാശപ്പെടുന്നു പല കാര്യങ്ങളും അമ്മ ചെയ്യുന്നത് പലരും അറിയുന്നില്ല. പക്ഷെ അങ്ങനെ വലിയൊരു പബ്ലിസിറ്റി ഒന്നുമില്ലാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു, നമ്മുടെ അംഗങ്ങൾക്കിടയിൽ മാത്രമല്ല പുറത്തും. അപ്പൊ അത്തരം കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആ രംഗത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാട്ടുണ്ട്, നൃത്തമുണ്ട്, അഭിനയമുണ്ട്, ആക്ഷൻ രംഗങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളൊരു കാര്യമാണ്. ഒരുപാട് പുതിയ ആൾക്കാർക്ക് കടന്നു വരാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് സിനിമ. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതൊരു ഗേറ്റ് ക്രാഷാണ്, ഒരു കഥക് തള്ളി തുറക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിലൂടെ ഒരുപാട് വലിയ കാര്യങ്ങൾ, ഒരുപാട് പുതിയ മേഖലകളിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത് തുടക്കത്തിൽ 2 ദിവസം തീർച്ചയായിട്ടും രചനയ്ക്ക് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കാം. താങ്ക് യു രചന. ഞാൻ ചോദിച്ചപ്പോൾ ഇത് നൃത്തം മാത്രമല്ല, അഭിനയ രസങ്ങളാണ്. നമ്മുടെ ജീവിതം മുഴുവൻ അത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് ആണ്. എക്സ്പ്രഷനിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ഒരു ദിവസം നമ്മൾ പലതരത്തിലുള്ള അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പൊ നൃത്തം മാത്രമല്ല, അതിലുള്ള അഭിനയം. അങ്ങനെ 2 ദിവസത്തെ ക്ലാസ് നമ്മൾ തുടങ്ങിയാണ്. ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മൾ സിദ്ദിഖ് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സിനിമയിൽ തന്നെ വലിയ നൃത്തത്തിന്റെ പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത വലിയ വലിയ നർത്തകികളുണ്ട്. അതുപോലെ തന്നെ അഭിനയത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ വശങ്ങളിലൂടെ സഞ്ചരിച്ച നടന്മാരുണ്ട്. നമ്മുടെ ഭാഷയിൽ മാത്രമല്ല പുറത്തും. അത്തരം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ചില വർക്ക്ഷോപ്പുകൾ നമുക്ക് നടത്താൻ സാധിക്കും. അതിന്റെ ഒരു തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത്. എന്തായാലും തുടക്കം ഗംഭീരമാകാൻ സഹായിച്ച എല്ലാവർക്കും ആകട്ടെ. അതിനുള്ള ഈശ്വരനും നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു. ഇതൊരു നല്ല കോസാണ്. ഇത് ഒരു സ്കൂളിലല്ല, ഇതൊരു ശരിക്കൊരു കുടുംബമായിട്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് വർക്ക് ചെയ്യണം. ഇന്ന് ഇവിടെ നിന്ന് പോകുന്ന 32 പേരാണ് ഇതിനെ പ്രചാരകർ. അവർക്ക് അവരുടെ സുഹൃത്തുക്കളോട് സംസാരിക്കാം, എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാം. ഞങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. തീർച്ചയായിട്ടും ഇപ്പൊ ശോഭന അല്ലെങ്കിൽ ഭാനുപ്രിയ, അങ്ങനെ ഒരുപാട് വലിയ വലിയ നർത്തകികളുണ്ട് നമുക്ക്. മഞ്ജു വാര്യർ, അതുപോലെ ഇപ്പൊ ഞാൻ സംസാരിച്ചപ്പോ സിദ്ദിഖ് പറയാൻ നമുക്ക് നസറുദ്ദീൻ ഷാ, അല്ലെങ്കിൽ അനുപം കർ, അല്ലെങ്കിൽ തമിഴിൽ നിന്നുള്ള, അല്ലെങ്കിൽ കമലഹാസൻ, അങ്ങനെ അവരൊക്കെ വെച്ചിട്ടൊരു ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകൾ കാണിക്കാം, നല്ല നല്ല സിനിമകൾ കാണിക്കാം, അതിന്റെ ഡിബേറ്റുകൾ ഉണ്ടാക്കാം. എന്തായാലും ഒരു വലിയ കുടുംബമായിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ മറ്റുള്ള പബ്ലിക്കുമായിട്ട് ഇതിലേക്ക് കടന്നു വരാനും ഒരുപക്ഷെ ഇത്തരം ആൾക്കാർക്ക് പുതിയ സിനിമകളിലേക്കൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു പാത തുറക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണിത്. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ ചെറിയ സംരംഭം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പറയുന്നു. ഇത് വലിയൊരു കാര്യമായി മാറാൻ എല്ലാവരും പ്രാർത്ഥിക്കാം.
സുരേഷ് കൃഷ്ണ വിളക്കൊക്കെ ചേട്ടാ തീ തൊടുന്നത് സദസ്സിനെ അഭിസംബോധന ചെയ്ത് 2 വാക്ക് സംസാരിക്കാനായി എൻ്റെ സ്വന്തം ചേച്ചിയും ഗുരുനാഥയും അമ്മ മെമ്പറും നിങ്ങളുടെ 2 ദിവസത്തെ ഇൻസ്ട്രക്ടറുമായ ശ്രീമതി രചന നാരായണൻകുട്ടിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്തേ, സദ്ഗുരുഭ്യോ നമഃ. അഭിവന്ദ്യരായ ഗുരുജനങ്ങൾക്കും ബഹുമാന്യരായ സദസ്സിനും ഏറെ സ്നേഹം. ദീർഘിപ്പിക്കുന്നില്ല. അമ്മയുടെ ആദ്യത്തെ സംരംഭമായ അഭിനയ ഇന്റൻസീവ് എന്ന് പറയുന്ന ഒരു ഡാൻസ് വർക്ക്ഷോപ്പ് അത് തുടങ്ങി വയ്ക്കാൻ ഞാനൊരു നിമിത്തമായി എന്നുള്ളത് ജന്മജന്മാന്തര പുണ്യമായിട്ട് ഞാനന്ന് കലാകാരി കാണുകയാണ്. പൊതുജനങ്ങളിലേക്ക് കുറച്ചുകൂടി എങ്ങനെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും എത്തിക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന്, എന്നൊരാശയത്തിൽ നിന്നാണ് ഇന്ന് നമ്മളെല്ലാവരും ഏറെ സന്തോഷത്തോടു കൂടി ഈ നിമിഷത്തിൽ പങ്കുചേരുന്നത്. അതിന് എല്ലാ നന്മകളും ഉണ്ടാവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ആഗ്രഹിക്കുകയാണ്. വളരെ ചുരുക്കി പറയാം, നൃത്ത റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് ഇത്. നാട്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് ഇത്. അപ്പോൾ നമ്മളുടെ ഒരു ക്രൈറ്റീരിയ നമ്മൾ വെച്ചിരുന്നത് ഏത് ഡാൻസ് ഫോം പഠിച്ചവർക്കും ഇതിന് ഭാഗമാവാം എന്നുള്ളതാണ്. ക്ലാസിക്കൽ തന്നെ പഠിക്കണം, ശാസ്ത്രീയ നൃത്തം തന്നെ പഠിക്കണം എന്നുണ്ടായിരുന്നില്ല. കാരണം അഭിനയം എന്നുള്ളത് നേരത്തെ ലാലേട്ടൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ജീവിതത്തിൽ എന്നും ഓരോ രസങ്ങളുമായി സമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ ആണ്. സോ നമുക്ക് വെസ്റ്റേൺ പഠിച്ച ആളുകളുണ്ട്, ഹിപ്പ് ഹോപ്പ് പഠിച്ച ആളുകളുണ്ട്, അങ്ങനെ എല്ലാ കോണ്ടംപററി പഠിച്ച ആളുകളുണ്ട്. എല്ലാ മേഖലകളിൽ നിന്നും, എല്ലാ ഡാൻസ് ഫോംസിൽ നിന്നുമുള്ള ആളുകൾ, പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇതിന്റെ ഭാഗമാവുമ്പോൾ നാട്യത്തിന്റെ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു എളിയ ഭാഗമാവാൻ സാധിച്ചതിലും അതിന് ലാലേട്ടൻ വന്ന് അനുഗ്രഹിച്ചതിലും ഏറെ 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 സന്തോഷം. താങ്ക് യു ലാലേട്ട. ആൻഡ് ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ലാലേട്ടന്റെ കഴിവുകളെ പറ്റി നമ്മൾ ആരോടും എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ കമലദളം പോലെയുള്ള സിനിമകളിൽ, രാജശില്പി പോലെയുള്ള സിനിമകളിൽ ക്ലാസിക്കൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായി ഒരു ട്രെയിൻഡ് അല്ലാത്ത ഒരു ആൾക്ക് എത്ര ഭംഗിയായിട്ട് നമുക്കത് പ്രസന്റ് ചെയ്ത് തരാൻ പറ്റും എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം ഇവിടെ ഉള്ളത്. അത് തന്നെയായിരുന്നു ഇത്തരത്തിലൊരു അഭിനയ വർക്ക്ഷോപ്പിന്റെ പ്രചോദനം എന്നുള്ളതും. അദ്ദേഹത്തിനെ നമുക്ക് മാതൃകയാക്കിക്കൊണ്ട് തന്നെ ഇന്നത്തെ ഈ വർക്ക്ഷോപ്പ് ആരംഭിക്കാം. എല്ലാ സഹകരണത്തിനും നന്ദി രചന. അടുത്തത് ആശംസ പങ്കുവയ്ക്കാനായിട്ട് ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള ലാലേട്ടൻ, സിദ്ദിഖ, ജയൻ, രചന, മറ്റ് എക്സിക്യൂട്ടീവ് ഭാരവാഹികളെ, ഇങ്ങനെയുള്ള ഒരു ആശയം വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, എത്ര പേര് ജോയിൻ ചെയ്യും എങ്ങനെയാണെന്നൊക്കെ. പക്ഷെ 1-2 ദിവസം ഈ അനന്യയും സരയും ജോമോളും ആൻസിബയൊക്കെ വർക്ക് ചെയ്തപ്പോൾ അതൊരു 4 സെക്ഷനായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ രചന തന്നെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത 2 ദിവസം വേറെ സെക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് പിന്നെ 2 സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പാരീസ് ലക്ഷ്മിയുടെ ഒരു ഡാൻസ് ഇതുപോലെ ഒരു വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും വളരെ ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവരെയും ഞാൻ അവരുടെ കഷ്ടപ്പാടുകളെ കൂടി കണക്കിലെടുക്കുകയാണ്. ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
നമ്മുടെ ഈ വർക്ക്ഷോപ്പിന്റെ ഒരു ഇനീഷ്യൽ ന്യൂസ് എത്തിയപ്പോൾ തന്നെ വളരെ സ്നേഹപൂർവ്വം നമ്മളോട് ചേർന്ന് നിൽക്കാനായിട്ട് എത്തിച്ചേർന്ന വൈസ് ടോക്കീസിന്റെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ സ്നേഹപൂർവ്വം ഒരു ഉപഹാരം സ്വീകരിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലോകം എത്ര ചേർത്ത് പിടിച്ചാലും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു ചെറിയ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞ സന്തോഷം തന്നെയാണ്. നമ്മുടെ സ്വന്തം രചന നാരായണൻകുട്ടിയെ ഒരു ചെറിയ സ്നേഹോപഹാരം സ്വീകരിക്കാനായിട്ട് എല്ലാവരും ഔപചാരികതയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുവെങ്കിലും എത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കാനായി നമ്മുടെ വൈസ് പ്രസിഡന്റ് ജയജയറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനായ ലാലേട്ടൻ, സിദ്ദിഖേട്ടൻ, ബാബു, രചന, സുരേഷ്, നമ്മുടെ സരയു, സ്നേഹം നിറഞ്ഞ മറ്റ് അമ്മ അംഗങ്ങളെ, സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, അമ്മ എന്ന വാക്ക് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ആർക്കും ഏറ്റവും മൂല്യമുള്ള ഒരു വാക്കെന്ന് പറയുന്ന അമ്മ തന്നെയാണ്. പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊക്കെ അച്ഛൻ ചെറുതിലെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പം എന്നെ വളർത്തിക്കൊണ്ടുവന്ന അമ്മയാണ്. അപ്പൊ ജീവിതത്തിൽ എവിടെ പോകുമ്പോഴും എന്റെ വാട്സാപ്പിന്റെ ഡിസ്പ്ലേ പിക്ചർ നോക്കിയാൽ പോലും എന്റെ അമ്മയും എന്റെ മകനും നിൽക്കുന്ന പടമാണ് ഞാനിട്ടത്. കാരണം എന്റെ ജന്മ നിയോഗം അതാണ്. അവരെ കണക്ട് ചെയ്യാനുള്ള ഒരു ജന്മം മാത്രമാണ്. ചിലപ്പോൾ എന്റെ ലൈഫ് ഫെയിലിയർ ആകാം, വിജയമാകാം, ബട്ട് ലെറ്റ് ദം എൻജോയ് ദ ലൈഫ്. അവർക്ക് വേണ്ടിയുള്ള ജീവിതം എന്ന് പറഞ്ഞ പോലെ അമ്മ എന്നുള്ള സംഘടന മലയാളികൾക്ക് വേണ്ടിയുള്ള സംഘടനയാണ്. മലയാളികളെ സ്നേഹിക്കാനുള്ള സംഘടനയാണ്. അവർക്ക് നന്മ ചെയ്യാൻ മനസ്സുള്ള കുറേ ആൾക്കാരുടെ സംഘടനയാണ്. അതിന്റെ ഇനിഷ്യേറ്റീവാണ് അത്. ജനങ്ങൾ ലാലേട്ടൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പോലെ ജനങ്ങളിലോട്ട് എത്തിക്കുക. പണ്ട് കാലത്തൊക്കെ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊന്നും പറയണ്ട. ഒരു കൈ ചെയ്യുന്നത് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയേണ്ട. പക്ഷെ ഇപ്പൊ കാലം മാറിപ്പോയി. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈയും അറിയണം. അയലോക്കത്ത് നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന എല്ലാ കൈകളും അറിയണം. ആ കൈകളെ നിങ്ങളാണ് ഞങ്ങളുടെ കൈകൾ. ഞങ്ങൾ ചെയ്യുന്ന നന്മകൾ ജനങ്ങളിലോട്ട് എത്തിക്കേണ്ടത് നിങ്ങളുടെ കൈകളാണ്, നിങ്ങളുടെ മനസ്സുകളാണ്, നിങ്ങളുടെ ഭൗതിക ചിന്തകളാണ്. നന്മകൾ കാരണം നിങ്ങളാണ് ഞങ്ങൾക്ക് ജീവൻ. ലാലേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെ ജീവിപ്പിക്കുന്നത് നിങ്ങൾ തിയേറ്ററിൽ പോയി അൺകണ്ടീഷണലായിട്ട് സിനിമ കണ്ട് നിങ്ങൾ തരുന്ന പണമാണ് ഞങ്ങളുടെ ജീവിതം. തിരിച്ച പ്രതിബദ്ധത നിങ്ങളോട് 100ന്റെ 1000 ഇരട്ടിയായിട്ട് ഞങ്ങൾ തിരിച്ചു തരാൻ ബാധ്യസ്ഥരാണ്. അതിന്റെ സ്നേഹമുണ്ട്. അത് അറിയിക്കാൻ കൂടിയാണ് ഈ വേദി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്ന മാധ്യമ സുഹൃത്തുക്കൾക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇതിൽ പങ്കാളിയായവർക്കും ഒറ്റ വാക്കിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് നന്മകളുമായി അമ്മ വരുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കിച്ചു. നന്ദി. ഇപ്പോൾ നമ്മൾക്കിടയിൽ അവശേഷിക്കുന്ന ഔപചാരികതയുടെ അതിർവരമ്പ് കൂടി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം നമ്മളൊരു കുടുംബം പോലെ മുമ്പോട്ട് പോവുകയാണ്. ഒഫീഷ്യൽ ഫംഗ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ടിസിപ്പൻസിന് നമ്മുടെ ടീമുമായിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് നമ്മൾ മുകളിൽ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയയുടെ ഭാഗത്തു നിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഒരു സഹകരണം പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വേദിയിലുള്ള ആൾക്കാർ നീങ്ങിയതിനു ശേഷം നമുക്കൊന്ന് 3rd ഫ്ലോറിലേക്ക് അസംബിൾ ചെയ്യാം. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സ്ആപ്പ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് എത്തിച്ചേർന്ന മീഡിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കൃത്യസമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾ, വിശേഷങ്ങൾ ആളുകളിലേക്ക് കൃത്യതയോടെ എത്തിക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അത് കണക്കിലെടുക്കുന്നു. സ്നേഹം. താങ്ക് യു സോ മച്ച്. നമ്മളൊരു സെൽഫിയുടെ ഡിസ്റ്റർബൻസ് ഉണ്ടാവാതെ നോക്കണമെന്ന് അപേക്ഷിക്കുകയാണ്.
പാർട്ടിസിപ്പൻസിന് നമ്മൾ ഫോട്ടോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അലൻ, മീഡിയ സുഹൃത്തുക്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഇനി നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്കാണ് കിടക്കുന്നത്. അതൊരു പ്രൈവറ്റ് സെക്ഷൻ ആണ്. ആ ഒരു സ്വകാര്യത നിങ്ങൾക്ക് ബഹുമാനിക്കുന്നു കരുതുന്നു. താങ്ക് യു സോ മച്ച്. പാർട്ടിസിപ്പൻസിന് നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒരു സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. 1 to 16 നമ്മളൊരു ഫസ്റ്റ് ഫോട്ടോ സെക്ഷനിലേക്ക് പോകുന്നതാണ്. സോ അവർ പ്ലീസ് ഒന്ന് 3rd ഫ്ലോറിലേക്ക് അസംബിൾ ആവുക. 1 to 16 നമ്മൾ സീരിയൽ നമ്പർ പാർട്ടിസിപ്പൻസിന് കൊടുത്തിട്ടുണ്ട്. പാർട്ടിസിപ്പൻസിന് മാത്രമേ അവിടെ എൻട്രി ഉള്ളൂ എന്നതുകൂടെ ഒന്നുകൂടെ അറിയിക്കുകയാണ്. പ്ലീസ് നോട്ട്, പാർട്ടിസിപ്പൻസിന് മാത്രമേ അവിടെ എൻട്രി ഉള്ളൂ. 1 to 16 ആദ്യം ഒന്ന് അവിടെ അസംബിൾ ആവുക. താങ്ക് യു സോ മച്ച്. പ്ലാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പാരീസ് ലക്ഷ്മിയുടെ ഒരു വർക്ക്ഷോപ്പാണ്. അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ്? നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ഒരു ഡാൻസ് ക്രൈറ്റീരിയ വെക്കുന്നില്ല. ബിക്കോസ് തീർച്ചയായിട്ടും അമ്മയിലേക്ക് വരുന്നവർക്ക് ഒരു അഭിനയ സാധ്യതയോട് അവർ വളരെ ശ്രദ്ധിക്കണം, താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് ഒരു സ്ട്രിക്റ്റ് ഡാൻസ് ക്ലാസ് എന്നുള്ളതിനേക്കാൾ ഉപരി എല്ലാം ഒരു ലൈറ്റർ വേർഷൻസ് ആയിരിക്കും. കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അഭിനയ ഫോക്കസ് ചെയ്തിട്ടുള്ള വേർഷൻസ് ആയിരിക്കും വരിക. സോഫാർ നമ്മൾ ഡാൻസ് വർക്ക്ഷോപ്പാണ് പ്ലാനിലുള്ളത്. നെക്സ്റ്റ് 31st and 1st നമ്മുടെ പാരീസ് ലക്ഷ്മിയുടെ വർക്ക്ഷോപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് ഇനീഷ്യൽ സ്റ്റേജ് ആയിട്ടേ ഉള്ളൂ. അതിനുശേഷം നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ലോകത്തെ എല്ലാ ഭാഗത്തുനിന്നും എൻക്വയറീസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നമുക്കൊരു ലിമിറ്റഡ് സ്പേസ് ഉള്ളത് കൊണ്ട് ഇന്നതൊരു വർക്ക്ഷോപ്പിലേക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ നമ്മളൊരു 3 സെക്ഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, 3 എഡിഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് അത്രയും ആഗ്രഹത്തിൽ വന്നവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിനൊരു കണ്ടിന്യൂഷൻ എന്തായാലും സംഭവിക്കും. അതേപോലെ തന്നെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വെക്കേഷൻ സമയം കണക്കിലാക്കി കുഞ്ഞുങ്ങളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന തരത്തിലുള്ള വർക്ക്ഷോപ്സും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നൃത്തം മാത്രമല്ല ആക്ടിങ്ങിൻ്റെ വർക്ക്ഷോപ്സും മറ്റു മേഖലയിലെ വർക്ക്ഷോപ്സും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓരോന്നിലേക്ക് കിടക്കാനുള്ള ശ്രമം. വർക്ക്ഷോപ്സ് അപ്പോൾ ആരുടെയൊക്കെ കീഴിൽ ആരൊക്കെ ആയിരിക്കും ഇതിൽ? സോഫ പ്ലാൻ ചെയ്തിട്ടുള്ള രചനയുടെ ഒരു കണ്ടിന്യൂഷൻ വരും എന്തായാലും. ബിക്കോസ് പറഞ്ഞ പോലെ അത്രയധികം എൻക്വയറീസ് ഉള്ളതുകൊണ്ട് നിരാശരാക്കേണ്ടെന്ന് വിചാരിച്ച് നമ്മളൊരു 2 എഡിഷനിലേക്ക് പോകുന്നുണ്ട്. പിന്നെ പാരീസ് ലക്ഷ്മിയുടെ ഒരു കണ്ടംപററി വർക്ക്ഷോപ്പാണ് സോഫ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് ലൈനൊക്കെ ഉണ്ട്, പക്ഷെ അത് ഡിസ്ക്ലോസ് ചെയ്യാറായിട്ടില്ല. ഡാൻസ് അല്ലാത്ത വർക്ക്ഷോപ്സ് നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഡിസ്ക്ലോസ് ചെയ്യാറായിട്ടില്ല. മറ്റ് അമ്മയിലുള്ള മറ്റ് അംഗങ്ങളുടെ ഇൻവോൾവ്മെന്റ് എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും നമുക്ക് ഇന്നും നമ്മുടെ മെമ്പേഴ്സിന്റെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അവരെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വരാം. പക്ഷെ നമുക്ക് കൂടുതൽ സാധ്യത കൊടുക്കുന്നത് പബ്ലിക്കിനാണ് എന്നുള്ളതേ ഉള്ളൂ. അവരുടെയും ഒരു ഇൻവോൾവ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ട്, പങ്കാളിത്തം ഉണ്ട്. ഇന്നത്തെ വർക്ക്ഷോപ്പിൽ ഉൾപ്പെടെ പങ്കാളിത്തം ഉണ്ട്. ഈ പബ്ലിക് ഇതിനകത്ത് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്? നമ്മൾ ഇപ്പൊ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു സാധ്യത നിങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇതിന്റെ ഒരു ആഡ് കൊടുത്തിരുന്നത്. ഇപ്പൊ ആക്റ്റീവായിട്ട് വരുന്നതേ ഉള്ളൂ. ഈ ഒരു ടീം വന്നതിന് ശേഷമാണ് സോഷ്യൽ മീഡിയ നമ്മളൊന്ന് ആക്റ്റീവ് ആക്കി എടുത്തത്. സോ ഇനീഷ്യലി നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഒരു യൂട്യൂബിലേക്കും ഒരു ഫേസ്ബുക്കിലേക്കും നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ എല്ലാത്തിലൂടെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെയാണ് അപ്ഡേഷൻസ് വരുന്നത്. വർക്ക്ഷോപ്സിന്റെ അതിൽ നമ്മൾ എൻക്വയറി ചെയ്ത് ഒന്ന് സോർട്ട് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് വെച്ചാൽ അവരുടെ സാധ്യതകൾ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മളൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു സോർട്ടിങ്ങിലേക്ക് പോകും. അതിനും ശേഷമാണ് നമ്മളൊരു ഫോമിന്റെ പ്രോസസ്സിലേക്ക് പോകുന്നത്. ബിക്കോസ് നമ്മൾ കുറ്റം പറയുന്നതല്ല, എന്നാലും ചിലപ്പോൾ ഇതിനൊരു സാധ്യതയില്ലാതെ ഇവിടേക്ക് വരാനുള്ളൊരു എക്സൈറ്റ്മെന്റ് പുറത്തും മെമ്പേഴ്സ് എത്താം. അതാ നമ്മളൊന്ന് വിളിച്ച് നമ്മളൊന്ന് കൃത്യമായി സോർട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാരെ. അപ്പം ചിലപ്പോൾ അത്രയധികം പാഷനോട് വരുന്ന ഒരു ഡാൻസിന്റെ സാധ്യതയായിരിക്കും അവിടെ ഇല്ലാതാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ നമ്മളൊന്നൊരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് അവരുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് പ്രോസസ്. അങ്ങനെ ഒരു 3ഓളം പ്രോസസ്സിന് ശേഷമാണ് നമ്മളൊരു 30-32 പേരിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇങ്ങനൊരു വർക്ക്ഷോപ്പിന്റെ ഒരു ഫസ്റ്റ് ഇനിഷ്യൽ തോട്ട് ആരാണ് കൊണ്ടുവരുന്നത്? ഞാൻ പങ്കുവെച്ചൊരു തോട്ടാണ്. ഫസ്റ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഞാൻ പങ്കുവെച്ചൊരു സജഷനാണ്. പക്ഷെ അത് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇത്രയധികം സപ്പോർട്ട് ഒരു ടീം ഫുള്ളാകെ തന്നു എന്നുള്ളതാണ്. ഒരാൾ പോലും ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞില്ല. ലാലേട്ടൻ ഉൾപ്പെടെ അതിനുവേണ്ടി തയ്യാറെടുത്ത് വന്നു എന്ന് പറയുമ്പോൾ ഐ എം ഹംബിൾ. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ അത് എൻ്റെ ചിന്താഗതി ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ടീം എഫേർട്ടാണ്.
നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വിസിബിൾ ആണല്ലോ അത്. ഇതൊരാളുടെ ഒരു എഫേർട്ട് അല്ല, വലിയ ടീം തന്നെ ബാക്കപ്പ് ചെയ്തിട്ടുള്ള ഒരു എഫേർട്ടാണ്. നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു ഇനീഷ്യൽ സപ്പോർട്ട് വളരെയധികം ഉണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും അത് അടുത്ത സ്റ്റേജിലേക്ക് വന്നപ്പോൾ നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് ഓടിയെത്തിയിട്ടുണ്ടായിരുന്നു. രജിസ്ട്രേഷനും കാര്യങ്ങൾക്കും എല്ലാം നമ്മുടെ PHG, SMCC അങ്ങനെയുള്ള എല്ലാവരുമാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൂടെ ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു ശ്രമമാണ്. ഇപ്പൊ അങ്ങനെ ഒരു ആശയം തോന്നാൻ കാരണം അല്ല, എനിക്ക് അങ്ങനെ ഒരു ആശയം നേരത്തെ ഉണ്ടായിരുന്നു. ഇത്തവണയാണ് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ടായത്. നമ്മളിങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പങ്കുവച്ചൊരു ആശയമാണ്. സർപ്രൈസ് ആയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? ആക്ച്വലി ഇത്തവണത്തെ കമ്മിറ്റിയിൽ ഒരുപാട് പേര് ഒരുപാട് സജഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കൂട്ടി ഇതെടുക്കാനുള്ള ഒരു ശ്രമമാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഒന്നുകൂടെ ആക്റ്റീവ് ആക്കി എടുത്തത്. അപ്പോൾ അതിലൂടെയാണ് ഇപ്പൊ ഇത്രയും ഒരു ഇത് നമുക്ക് സാധ്യമായത്. ഇത്രയധികം റിക്വസ്റ്റുകളും എൻക്വയറിയും വന്നത് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ നിന്ന് മാത്രമാണ്. ആ ഒരു സാധ്യത നമ്മൾ കൂടുതൽ നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുപാട് സജഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കണം എന്ന് വിചാരിക്കണം. കുറച്ചുകൂടി ജനകീയമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണോ? അതൊക്കെ ഒറ്റയ്ക്ക് വലിയൊരു തോതിൽ പോസിബിൾ ആവില്ല. അതിന്റെ വേറൊരു വശമാണ് നമ്മൾ അവാർഡ് ഷോസ് നടത്തുക, അതിൽ ജനപങ്കാളിത്തം ഉണ്ടാവുക എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മളൊരു ചെറിയ ശ്രമമാണ്. ഒരു ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ അതിൻ്റെതായ പരിമിതികളുണ്ട്. എന്നാലും നമ്മുടെ അംഗങ്ങൾക്ക് വളരെ ചുരുക്കം സീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അധികവും 30 പേരിൽ അധികവും പേരും നമ്മുടെ പൊതു ജനങ്ങളിൽ നിന്ന് തന്നെയാണ്. ഒരു എക്സൈറ്റ്മെന്റിന് ഉപരിയായിട്ട് ശരി പറഞ്ഞല്ലേ, ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് ആൾക്കാർ ഇതിൽ വന്ന് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞത്, അതിലുപരിയായിട്ട് അമ്മ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്ന നിലയിൽ ഈ സ്റ്റുഡൻസ് വരുന്ന ആൾക്കാർക്ക് ഒരു തോട്ട് ഉണ്ടാവില്ലേ, നമുക്ക് ഈ അമ്മ കോർഡിനേറ്റ് ചെയ്യുന്ന മറ്റു പരിപാടി ക്യാമറ